ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കപ്പ് റവയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റവ വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഒരു പാനിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ളത് എടുക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് സമയം റവന്ന് വറുത്തെടുക്കണം, അപ്പോൾ കരിഞ്ഞു പോവും. കട്ടിയില്ലാത്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കട്ടിയുള്ളത് എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് തന്നെ റവ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് റവയുടെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് കാണിക്കുന്നത്. ഇനി ഈ ഒരു റവ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതായത് ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറിയിട്ട് റവയൊക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ, അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 4-5 മിനിറ്റ് നേരം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. അപ്പോഴേ ഇത് നല്ല രീതിയിലൊന്ന് ആയി കിട്ടുള്ളൂ. പിന്നീട് നമ്മളിത് കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വറുത്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഏകദേശം 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഞാനിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഒരുപാട് സമയം വെച്ച് കൊടുക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. വീണ്ടും നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു പാനിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂടുകൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ റവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം പാൻ തന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നെയ്യിൽ വേണ്ട കേട്ടോ ചെയ്തെടുക്കാൻ. ഒരുപാടൊന്നും വേണ്ട, വെറും 2 ടേബിൾ സ്പൂണ് മതി. ഇനി നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കരുത് കേട്ടോ, സവാള തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു സവാള ഈ ഒരു നെയ്യിൽ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളറൊന്ന് മാറി കിട്ടണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം പോരാ കേട്ടോ, നല്ല രീതിയിൽ കളറ് മാറി കിട്ടണം. അപ്പോൾ അത് സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം എള്ളാണ് കേട്ടോ. കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം കരിഞ്ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു എള്ളോ അല്ലെങ്കിൽ കരിഞ്ജീരകമോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഒരു എള്ളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഈ ഒരു നെയ്യിൽ എള്ള് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടോ ചെയ്തെടുക്കാൻ. അതായത് നമ്മൾ സവാള ഓൾറെഡി ഇതിലൊന്ന് വഴറ്റിയെടുത്തതാണ്, അതായത് മൂത്ത് വന്നതാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന എള്ളൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പോളം തേങ്ങ ചിരവിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ഈ ഒരു തേങ്ങയുടെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങയൊക്കെ നമ്മൾ വറുത്തെടുക്കുന്നത് ആ ഒരു നെയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 ദിവസമൊക്കെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തേങ്ങയുടെ വെള്ളപ്പറ്റൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടണം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റവ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ റവയൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴുള്ളൂ ഇത് നല്ല രീതിയിൽ യോജിച്ച് വരുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റവ നല്ല രീതിയിൽ വറുത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും വെച്ച് കൊടുക്കണ്ട. എന്നാലും ഒരു 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ ഒരു സവാളൻ്റെ ആ ഒരു തേങ്ങൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു റവയിൽ നല്ലപോലെ ഒന്ന് പിടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്.
അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് തേങ്ങ നെയ്യിൽ വറുത്തെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വെറും ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ചെറുതായിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഏലക്കൻ്റെ പൊടി ഇല്ലെങ്കിൽ ഏലക്ക ചതച്ചതാണെങ്കിലും 1-2 ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതാ ഏലക്കൻ്റെ ആ ഒരു പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ വശവും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റവടയും ആ ഒരു തേങ്ങൻ്റെയൊക്കെ ആ ഒരു മിക്സ് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നല്ലപോലെ തണുത്തതിൻ്റെ ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ, നമ്മുടെ റവാപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. നല്ലപോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇത് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 ദിവസമൊക്കെ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്തുതന്നെ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ. ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.